നമസ്കാരം. കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, കടൽ കര വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരം. കടൽ കര വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് എവിടെയാണ് കൂട്ടുകാരെ? തിരുവനന്തപുരമാണ് അല്ലേ? ഇനി ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയെ പ്രഖ്യാപിച്ചത് മഹാകുംഭമേള. ഏതാണ്? ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയെ പ്രഖ്യാപിച്ചതാണ് മഹാകുംഭമേള. മഹാകുംഭമേള. ഇനി 2024 വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പുരുഷ താരമാണ് ആര്? ലെസൈൻ ടെബോഗോ. ആരാണ്? ലെസൈൻ ടെബോഗോ. ലെസൈൻ ടെബോഗോ. അപ്പം പുരുഷ താരമാണ് ലെസൈൻ ടെബോഗോ എങ്കിൽ വനിതാ താരമാണ് ആര്? സിഫാനി ഹസൻ. ആരാണ്? സിഫാനി ഹസൻ. 2024 വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പുരുഷ താരം ലെസൈൻ ടെബോഗോ. ലെസൈൻ ടെബോഗോ. വനിതാ താരമാണ് സിഫാനി ഹസൻ. ഇനി ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? അത് ഗുവാഹത്തി, അസം. എവിടെയാണ്? ഗുവാഹത്തി, അസം. ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? അത് ഗുവാഹത്തി, അസമാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി റിവിഷൻ അടിക്കട്ടെ. കടൽ കര വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരമാണ്. ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയെ പ്രഖ്യാപിച്ചത് മഹാകുംഭമേള. 2024 വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പുരുഷ താരമാണ് ലെസൈൻ ടെബോഗോ. 2024 വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വനിതാ താരമാണ് സിഫാനി ഹസൻ. ഇനി ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? അത് ഗുവാഹത്തി, അസം. എവിടെയാണ്? ഗുവാഹത്തി, അസമാണ് അല്ലേ? ഇനി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗകര്യമുള്ള രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയമാറ്റവെക്കൽ ശസ്ത്രക്രിയ സൗകര്യമുള്ള രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി ഏതാണ്? അത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് അല്ലേ? ഇനി ഏറ്റവും ചെറിയ മലയാള പുസ്തകമാണ് രാസരസിക. ഏതാണ്? രാസരസിക. ഏറ്റവും ചെറിയ മലയാള പുസ്തകം ഏതാണ്? അത് രാസരസികയാണ്. ഇനി ആഗോള പട്ടിണി സൂചിക 2024 പ്രകാരം ഇന്ത്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം? 105. ആഗോള പട്ടിണി സൂചിക 2024 പ്രകാരം 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 105 ആണ്. ഓർത്തിരിക്കുക. ഇനി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് കേട്ടോ. ആരാണ്? ഇന്ത്യ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയതാരാണ്? ഇന്ത്യയാണ്. ഇനി 2024 നവംബറിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ഏതാണ്? അത് തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം. 2024 നവംബറിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ഏതാണ് കൂട്ടുകാരെ? അത് തിരുവനന്തപുരം. ഇനി ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് BR ഗവായി. ആരാണ്? ജസ്റ്റിസ് BR ഗവായി. ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായതാരാണ്? അത് ജസ്റ്റിസ് BR ഗവായി ആണല്ലേ? ഇനി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? അത് 51. എത്രാമത്? 51. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? 51. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണെന്ന്? നമ്മുടെ തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ് കൂട്ടുകാരെ? തിരുവനന്തപുരമാണല്ലേ? ഇനി സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കളക്ടറുടെ ഡഫേദാർ അല്ലെങ്കിൽ ശിപ്പായിയായി നിയമിതയായ വനിതയാണ് KCG. ആരാണ്? KCG. സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കളക്ടറുടെ ഡഫേദാർ അല്ലെങ്കിൽ ശിപ്പായിയായി നിയമിതയായ വനിത ആണ് ആര്? KCG. ആരാണ് കൂട്ടുകാരെ? KCG ആണല്ലേ? ഇനി
ജപ്പാന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അത് ഷിഗേരു ഇഷിബ. ആരാണ്? ഷിഗേരു ഇഷിബ. ജപ്പാന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ഷിഗേരു ഇഷിബയാണ് കേട്ടോ. ഷിഗേരു ഇഷിബ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നവംബറിൽ UN കാലാവസ്ഥ ഉച്ചകോടിക്ക് അല്ലെങ്കിൽ COP29 വേദിയാകുന്നത് ബാക്കു എവിടെയാണ്? അസർബൈജാൻ. ബാക്കു അസർബൈജാൻ. 2024 നവംബറിൽ UN കാലാവസ്ഥ ഉച്ചകോടിക്ക് അല്ലെങ്കിൽ COP29 വേദിയാകുന്നത് ബാക്കു അസർബൈജാൻ. നെക്സ്റ്റ്, സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ഓസ്ട്രേലിയൻ സംവിധായകനും നിർമ്മാതാവുമായ വ്യക്തിയാണ് ആര്? ഫിലിപ്പ് നോയിസ്. ആരാണ്? ഫിലിപ്പ് നോയിസ്. സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ഓസ്ട്രേലിയൻ സംവിധായകനും നിർമ്മാതാവുമായ വ്യക്തിയാണ് ആരുടെ? ഫിലിപ്പ് നോയിസ്. ആരാണ്? ഫിലിപ്പ് നോയിസ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ റിവിഷൻ ചെയ്യട്ടെ. യെസ്, അപ്പം എന്താണ് ഗുവാഹത്തി ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്ന എവിടെയാണ്? ഗുവാഹത്തി, അസമാണ് അല്ലേ. ഇനി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സൗകര്യമുള്ള രാജ്യത്തെ ആദ്യ ജനറൽ ഹോസ്പിറ്റലാണ് എറണാകുളം ഹോസ്പിറ്റൽ. എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. ഇനി ഏറ്റവും ചെറിയ മലയാള പുസ്തകമാണ് രാസരസിക. ഏതാണ്? രാസരസിക. ഏറ്റവും ചെറിയ മലയാള പുസ്തകം ഏതാണ്? രാസരസിക അല്ലേ. ഇനി ആഗോള പട്ടിക സൂചിക 2024 പ്രകാരം 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 105 ആണ് അല്ലേ. 105. ഇനി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ആരാണ്? ഇന്ത്യ. 2024 നവംബറിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ഏതാണ് കൂട്ടുകാരെ? അത് തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം. 2024 നവംബറിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ്, ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായതാരാണ്? അത് ജസ്റ്റിസ് BR ഗവായി. ആരാണ്? ജസ്റ്റിസ് BR ഗവായി. ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായത് ജസ്റ്റിസ് BR ഗവായി. നെക്സ്റ്റ്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? 51. എത്രാമത്? 51. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? 51. നെക്സ്റ്റ്, 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല തിരുവനന്തപുരം. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരമാണെങ്കിൽ സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കളക്ടറുടെ ഡഫേദർ അല്ലെങ്കിൽ ശിപ്പായിയായി നിയമിതയായ വനിതയാണ് കെ സിജി. ആരാണ്? കെ സിജി ആണ്. ജപ്പാന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷിഗേരു ഇഷിബ. ആരാണ്? ഷിഗേരു ഇഷിബ. ജപ്പാന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അത് ഷിഗേരു ഇഷിബയാണെങ്കിൽ 2024 നവംബറിൽ UN കാലാവസ്ഥ ഉച്ചകോടിക്ക് അല്ലെങ്കിൽ COP29 അല്ലെങ്കിൽ UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബാക്കു അസർബൈജാൻ. ബാക്കു അസർബൈജാൻ. ഓക്കെ. ഇനി സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ഓസ്ട്രേലിയൻ സംവിധായകനും നിർമ്മാതാവുമായ വ്യക്തിയാണ് ആര്? ഫിലിപ്പ് നോയിസ്. ആരാണ്? ഫിലിപ്പ് നോയിസ്. നെക്സ്റ്റ്, ലോകത്തെ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2. എത്രയാണ്? 2. ലോകത്തെ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ് അല്ലേ. ഇനി കിഫ്ബി അല്ലെങ്കിൽ കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകൃതമായതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിക്കുന്നത്? 25. കിഫ്ബി അല്ലേ, കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകൃതമായതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിച്ചത്? 25ാമത്. നെക്സ്റ്റ്, സുപ്രീം കോടതിയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് ആര്? ഭാരത് പരാശർ. ആരാണ്? ഭാരത് പരാശർ. ഭാരതല്ലട, ഭരത് കേട്ടോ. ഭരത് പരാശറാണ് കേട്ടോ. അത് ഓർത്തു വെക്കുക. സുപ്രീം കോടതിയുടെ
പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് ഭരത് പരാശർ. ഇനി രാജ്യത്താദ്യമായി PSLV റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് ആനന്ദ് ടെക്നോളജീസ് ലിമിറ്റഡ്. എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ ആനന്ദ് ടെക്നോളജീസ് ലിമിറ്റഡ്. എന്താ പ്രത്യേകത? രാജ്യത്താദ്യമായി PSLV റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് ഏതിടാ? ആനന്ദ് ടെക്നോളജീസ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി അമീക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ടത് ആരെയാണ്? അത് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. ആരാണ്? അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി അമീക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ടതാരാണ്? അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ ആണ് അല്ലേ. ഇനി US-ന്റെ 47ാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെയാണ്? അത് റൊണാൾഡ് ട്രംപ്. ആരെയാണ്? റൊണാൾഡ് ട്രംപ്. US-ന്റെ 47ാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെയാണ്? റൊണാൾഡ് ട്രംപ്. നെക്സ്റ്റ്, 2020 തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാര്? സഞ്ജു സാംസൺ. ആരാണ്? സഞ്ജു സാംസൺ. 2020 തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലാണ് സഞ്ജുവിന്റെ നേട്ടം. ആർക്കെതിരെയാണ്? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ. ഇപ്പൊ 2020 തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സഞ്ജു സാംസൺ. ഇനി അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടതാരെയാണ്? അത് തയ്യിബ് ഇക്രം. ആരാണ്? തയ്യിബ് ഇക്രം. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടതാരെയാണ്? അത് തയ്യിബ് ഇക്രം. നെക്സ്റ്റ്, ടുണീഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന 3 ആനകളെ ഏറ്റെടുക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്ത്. ടുണീഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന 3 ആനകളെ ഏറ്റെടുക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ഗുജറാത്ത്. നെക്സ്റ്റ്, ഭൂമിക്ക് പുറത്തുള്ള ജീവനെയും ജീവിതത്തെയും പഠന വിധേയമാക്കുന്ന ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ലേ ആണ്. എവിടെയാണ്? ലേ. ഭൂമിക്ക് പുറത്തുള്ള ജീവനെയും ജീവിതത്തെയും പഠന വിധേയമാക്കുന്ന ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് ലേ. ഓക്കെ അല്ലേ? അപ്പം ഒന്നും കൂടി ഞാൻ റിവിഷൻ ചെയ്യാം കേട്ടോ. അപ്പം ലോകത്തെ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2 ആണ് അല്ലേ. കിഫ്ബി എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകൃതമായതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിച്ചത്? 25ാം വാർഷികം. സുപ്രീം കോടതിയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് ഭരത് പരാശർ. രാജ്യത്താദ്യമായി PSLV റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് ആനന്ദ് ടെക്നോളജീസ് ലിമിറ്റഡ്. എവിടെയാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി അമീക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ടത് ആരെയാണ്? അത് അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. ആരാണ്? അഡ്വക്കേറ്റ് മിത സുധീന്ദ്രൻ. US-ന്റെ 47ാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അത് റൊണാൾഡ് ട്രംപ്. ആരെയാണ്? റൊണാൾഡ് ട്രംപ്. അപ്പം എത്രാമത്തെ പ്രസിഡന്റ് ആണ്? 47ാമത്തെ അല്ലേ. ഇനി 2020 തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലാണ് സഞ്ജുവിന്റെ ഈ നേട്ടം. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അത് തയ്യിബ് ഇക്രം. ആരെയാണ്? തയ്യിബ് ഇക്രം. നെക്സ്റ്റ്, ടുണീഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന 3 ആനകളെ ഏറ്റെടുക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്ത്. ടുണീഷ്യയിൽ നിന്നും കൊണ്ടുവരുന്ന 3 ആനകളെ ഏറ്റെടുക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലേ. ഭൂമിക്ക് പുറത്തുള്ള ജീവനെയും ജീവിതത്തെയും പഠന വിധേയമാക്കുന്ന ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? അത് ലേ. എവിടെയാണ്? ലേ അല്ലേ. ഇനി സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് ജയിൽ ശിക്ഷ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് കൂട്ടുകാരെ? അത് ജപ്പാൻ. ഏതാണ്? ജപ്പാനാണ് അല്ലേ. സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് ജയിൽ ശിക്ഷ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. നെക്സ്റ്റ്, കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ് 3. എന്നാണ് പ്രോബ് 3. നെക്സ്റ്റ്, 2024 രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത്
മുരളി ചീരോത്ത്. ആർക്കാണ്? മുരളി ചീരോത്ത്. 2024 രാജാ രവിവർമ്മ സമ്മാന പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മുരളി ചീരോത്തിനാണ് അല്ലേ. ഇനി അടുത്തിടെ ഇന്ത്യയെ സൈബർ എതിരാളിയെ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അത് കാനഡ. ഏതാണ്? കാനഡ. അടുത്തിടെ ഇന്ത്യയെ സൈബർ എതിരാളിയായി പ്രഖ്യാപിച്ച രാജ്യം കാനഡയാണെങ്കിൽ ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. ഇനി സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവകലാശാല കുഴിബോംബ് കണ്ടുപിടിക്കാൻ ഇന്ത്യൻ ആർമിക്കായി വികസിപ്പിച്ച ഡ്രോൺ സംവിധാനമാണ് ഇത്? ഏകലവ്യ. ഇതാണ് ഏകലവ്യ. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവകലാശാല കുഴിബോംബ് കണ്ടുപിടിക്കാൻ ഇന്ത്യൻ ആർമിക്കായി വികസിപ്പിച്ച ഡ്രോൺ സംവിധാനമാണ് ഏകലവ്യ. ഓക്കെ അല്ലേ. അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ, സീ യു.